ബീയിങ് സഞ്ജു സാംസൺ ഈസ് ദ ഹാർഡസ്റ്റ് തിങ്. അതായത് സഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയർ, ഒരു പ്ലെയർക്ക് ഒരു സ്ലോട്ടിൽ ഒരു പൊസിഷൻ വേണം ഒരു ടീമിനകത്ത്. അതില്ലെങ്കിൽ ആ പ്ലെയർ ഡിസ്ട്രോയിഡ് ആണ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. സഞ്ജുവിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൽ ഇതാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ടീം വിൽ സപ്പോർട്ട്, മാനേജ്മെൻറ്റ് വിൽ സപ്പോർട്ട്, പ്ലെയേഴ്സ് വിൽ സപ്പോർട്ട്. ഒരു പ്ലെയർ ഓപ്പണറായിട്ട് അടിച്ച് 100 അടിപൊളി പെർഫോമൻസ് വെച്ച് ടീമിൽ അതേ പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന നമ്മൾ വിചാരിച്ച സമയത്താണ് ഗില്ല് ടീമിലേക്ക് തിരിച്ചു വരുന്നത്. ഗില്ല് വരുമ്പോൾ ഒരു ഫ്യൂച്ചർ പ്രൊഡിജി എന്നുള്ള രീതിക്കാണ് ഗില്ലിനെ ടീം ഇന്ത്യ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ ദ നെക്സ്റ്റ് ബിഗ് തിങ് അതാണ് ശുഭ്മൻ ഗിൽ. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ അവർ കോംപ്രമൈസ് ചെയ്യിക്കും. ഓപ്പണറായിരുന്നു, ഫ്ലോട്ടറായി, ഫിനിഷറായി, ലാസ്റ്റ് ടൈലൻഡറുമായി. പക്ഷെ സഞ്ജു ഈ പറഞ്ഞ പോലെ ടീമിൽ ഏത് പൊസിഷനും എടുക്കണം എന്നുള്ള അവസ്ഥയാണ്, അല്ലാതെ വേറെ വഴിയില്ല. പണ്ട് ജിത്തുഭായി ഞങ്ങളുടെ ടീമിലായിരുന്നു. ആദ്യം ഓപ്പണിംഗ് ന്യൂ ബോളർ ആയിരുന്നു, പിന്നെ മിഡിൽ ഓർഡറിൽ അറിയിച്ചു, ലാസ്റ്റ് ബോൾ വെറുക്കണം അതിൽ പുറത്തു വിട്ടു. ആ അവസ്ഥ അതൊരു പ്ലെയർക്കില് പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവും. അങ്ങനെ ടീമിൽ നിന്ന് എത്ര സപ്പോർട്ട് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് സഞ്ജുവിന്റെ പൊസിഷനിൽ മാത്രമേ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയത്. എന്താ പറയാ, സഞ്ജുവിന് ആ ഒരു ഓപ്പണിങ് 1 ഡൗൺ, സെക്കൻഡ് ഡൗൺ തേർഡ് ഡൗൺ വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലെയർക്ക് ഭയങ്കര പകരം അയാളുടെ ഒരു നാച്ചുറൽ റിഫ്ലക്സ്, ഒരു പ്ലെയർ അഡാപ്റ്റ് ചെയ്യുന്ന അയാളുടെ നാച്ചുറൽ റിഫ്ലക്സ് പോകുന്നത് ന്യൂ ബോൾ കളിക്കാനാണ്, സ്പീഡായിട്ടുള്ള ബോൾ ന്യൂ ബോൾ കളിക്കാനാണ്. അതിന്ന് മാറ്റി അയാളെ കൊടുന്നിട്ട് ടൈലൻഡേഴ്സിൻ്റെ ഒപ്പം ഇടുമ്പോൾ അയാൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ടീമിൻ്റെ ഇഷ്ടത്തിന് ടീമിൻ്റെ ആവശ്യത്തിന് ഒരു ടീമിനേക്കാൾ വലുതല്ല ഒരു പ്ലെയർ. ഓക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ സമയം കൊടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു ഏഷ്യ കപ്പ് കൊണ്ടും ഈ ഒരു 3-4 മാച്ച് കൊണ്ടും സഞ്ജുവിന് എന്ത് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് പോകാൻ പാടില്ല. പ്ലാനും ഉണ്ട് കേട്ടോ, ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെ കോച്ച് ഉണ്ടല്ലോ ടെൻഡസ്കാട്ടി, ചെങ്ങായി അസിസ്റ്റന്റ് കോച്ചാണ്, ഇയാള് സഞ്ജുവിന്റെ പ്ലാനിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. You know, he's had 2 outings now, 2 decent chances, and he's still figuring out how to play that role. I think the wicket also got a little bit tighter in the Pakistan game. But you know, certainly with the way Shubman and Avi are going at the top, and you got your captain batting at 3, and the way Tilak's played, we're really looking for a number 5. So we believe Sanju is the best man for that job, and we've got no doubt that he'll figure out how to play that role in the future. അതായത് സഞ്ജുവിന് അവർ 5th പൊസിഷൻ ആ റോളാണ്, അവർക്കൊരു മിഡിൽ ഓർഡർ ഫിനിഷർ എന്നുള്ള റോളിലേക്കാണ് അവർ സഞ്ജുവിനെ കാണുന്നത്. ആ റോള് സഞ്ജുവിന് ചെയ്യാൻ പറ്റുന്നുള്ളത് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സഞ്ജുവിനെ ആ ഒരു റോളിലേക്ക് ഇട്ടതും സഞ്ജുവിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറയുന്നതും. ഓക്കെ, അതുകൊണ്ട് എന്താണെങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഗംഭീർ ഉള്ളിടത്തോളം കാലം ടീം മാനേജ്മെന്റ് എന്ത് ചെയ്യും, T20 ഫോർമാറ്റിൽ സഞ്ജുവിന് എന്താണെങ്കിലും അവർ അവസരങ്ങൾ കണ്ടിന്യൂസ്ലി കൊടുക്കും. സഞ്ജു അതിനോട് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ സഞ്ജു ഡഗ് ഔട്ടിൽ ഇരിക്കുന്ന വിഷ്വൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. കാരണം സഞ്ജു അവിടെ ഇരിക്കുമ്പോൾ അക്ഷർ പട്ടേൽ ബാറ്റ് ചെയ്യാൻ പോണത്, എന്നിട്ട് അക്ഷർ പട്ടേൽ അവിടെ പോയിട്ട് മുട്ടടുകയാണ്. അപ്പൊ ഇനി ഇതിന് മുന്നേ പറയും അവസരങ്ങൾ കിട്ടിയപ്പോൾ സഞ്ജു കളിച്ചു എന്ന് ചോദിക്കും. എടേ, ഒമാനെതിരെ അടിച്ച 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ 50 ആ 50 മാറ്റി നോക്കും നിങ്ങള്, ഒമാൻ കളിയും ജയിച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇതിന് വേറെ കാര്യമുണ്ട്, ഈ എൻറ്റയർ ഏഷ്യ കപ്പ് നിങ്ങൾ എടുത്ത് നോക്ക്, ഏറ്റവും കൂടുതൽ ഫോം ഔട്ടിൽ പോകുന്ന ഒരു പ്ലെയർ ആരാ, നമ്മുടെ സ്കൈ ആണ്, സൂര്യകുമാർ യാദവ് ആണ്. കാരണം അഭിഷേക് ശർമ്മയും ഗില്ലും കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു 10 ഓവറിൽ 100, ഒരു 6 ഓവറിൽ 70. ഇത് കണ്ടിന്യൂ ചെയ്യാൻ സത്യത്തിൽ ഇന്ത്യൻ ടീമിൽ ഇപ്പൊ ആളില്ല. അവർ ആ ഓൺസ്ലോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർ ആ അടിയാണ് കഴിഞ്ഞാൽ, ആ കൊടുങ്കാറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യക്ക്. അവിടെയാണ് സത്യം പറഞ്ഞാൽ ടീം ഇന്ത്യ മേ ബി സഞ്ജുവിനെ ഈ 1 ഡൗണിക്ക് തന്നെ ശരിക്കും വെക്കേണ്ടിയിരുന്നു സഞ്ജുവിനെ. ഇന്ന ഗില്ലും അഭിഷേക് ശർമ്മയും അടിക്കുന്ന ആ ഫ്ലോയില് ആരടിച്ചു കൊടുക്കും, സഞ്ജു അടിച്ചു കൊടുക്കും. ബിക്കോസ് കൈ അവിടെ ലിറ്ററലി ആ മൊമെന്റം പോവും, ആ മൊമെന്റം കീപ്പ് ചെയ്യും. നിങ്ങൾ എല്ലാ മാച്ചും എടുത്തു നോക്കുക, എന്താ സംഭവിക്കണേ, ഗില്ലും അഭിഷേകും കൂടി ഒരു 70, 50, 30, 50, 40, 50 അവർ രണ്ടാളും അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒമാനായിട്ടുള്ള മാച്ചിലാണ് സഞ്ജു വന്നത്. ആ വിക്കറ്റ് അത്രയും സ്ലോ അത്രയും സ്ലോ വിക്കറ്റിനകത്ത് സഞ്ജു അവിടെ നിന്ന് കളിച്ചുകൊണ്ട് ആ 50 കിട്ടി. ഇന്ത്യക്ക് ആ സ്കോർ വന്നു. ഇല്ലെങ്കിൽ ഹർദിക്ക് എന്താ ചെയ്താൽ കഴിഞ്ഞ് വന്നിട്ട്, തിലക് എന്താ ചെയ്താൽ കഴിഞ്ഞ് വന്നിട്ട്, അതാണ്. അപ്പൊ 1 ഡൗണിൽ സഞ്ജു അഡാപ്റ്റഡ് ആണ്. ഓപ്പണിംഗ് അല്ലെങ്കിൽ 1 ഡൗണിൽ സഞ്ജുവിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ
ആ മൊമെന്റ് കീപ്പ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ ടീമിന് എന്നാണ് എന്റെ ഒരു ഗോൾ കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എത്ര 300 അടിച്ചത് ഇതിലും ഇപ്പൊ പറയും പഴയ കളിയല്ലേ, കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് പറഞ്ഞിട്ട്, ബട്ട് ആ പ്ലെയർ പ്രൂവൺ പ്ലെയർ ആണ്, മനസ്സിലായി, പ്രൂവൺ പ്ലെയർ ആണ്. അപ്പൊ സഞ്ജുവിനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ സഞ്ജു സ്ട്രഗിൾ ചെയ്യണത് നമ്മൾ കാണുന്നുണ്ട്. സ്ട്രഗിൾ ചെയ്യാതിരിക്കുവോ? സ്ട്രഗിൾ എങ്ങനെ ചെയ്യാതിരിക്കും? അയാളുടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാനൊരു ബാറ്റ്സ്മാനാണ്, ഇന്ന ഓപ്പണിങ്, ഞാൻ ഓപ്പണിങ് പറഞ്ഞ ആളാണ്, ഇന്ന ഓപ്പണിംഗ് കൊണ്ടുപോയിട്ട് 6ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ കൊണ്ടുപോയിട്ട് എനിക്ക് ആ സ്ലോനെസ്സിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്ലോ ബോളിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. ന്യൂ ബോളിൽ അടിക്കുന്ന 6 നമുക്ക് ഓൾഡ് ബോളിൽ കളിക്കാൻ പറ്റില്ല, ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടില്ല, ആ ടൈമിങ് നമുക്ക് കിട്ടില്ല, അത് ഭയങ്കര പിന്നെ മെന്റൽ പരിപാടി. ഇപ്പോൾ ഓപ്പണിംഗ്, ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ നമ്മളെ സേവാഗിനോടെ ഗാംഗുലി പറഞ്ഞു ഓപ്പണിംഗ് ഇറങ്ങും, അതിന് സേവാഗ് തിരിച്ചു വെച്ചൊരു കാര്യമുണ്ട്, ഓപ്പണിംഗ് ഇറങ്ങാം, ഞാൻ അടിച്ചില്ലെങ്കിൽ, അതായത് ഞാൻ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അടിച്ചില്ലെങ്കിൽ എനിക്ക് ടീമിന് സ്ഥലം ഉണ്ടാവും. ഇപ്പൊ ഗാംഗുലി കൊടുത്ത റിപ്ലൈ എന്താ അറിയോ? ടൈം എടുത്ത് അടിച്ചോ, ഓപ്പണിംഗ് ഇറങ്ങി ഫ്ലോപ്പ് ആയാലും കുഴപ്പമില്ല, മിഡിൽ ഓർഡറിൽ എന്തുണ്ട്, എൻ്റെ സ്പേസ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ഓപ്പണിംഗ് ഇറങ്ങി ഫ്ലോപ്പ് ആയാലും കുഴപ്പമില്ല, അടിച്ചുകൊണ്ടിരുന്നു, ക്ലിക്കായി. ഇതേ സാധനം സഞ്ജുവിന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഓപ്പണിംഗിൽ ഇപ്പോൾ ഗില്ല് വന്നു, ഗില്ല് പെർഫോം ചെയ്യുന്നുണ്ട്, ഗില്ല് ഒരു മോശം പ്ലെയറാന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അഭിഷേക് ഈസ് ഓബിയസ്ലി എന്താ പറയുക, ഇപ്പൊ ഇന്ത്യ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള, ആര് വന്നാലും അടിച്ചു, സ്ലോ വിക്കറ്റ് ഇല്ല, സ്പീഡ് വിക്കറ്റ് ആയ ഒന്നുമില്ല, ആരാ എന്തോന്നില്ല, അടിയാണ് അഭിഷേക്. അപ്പൊ ഈ രണ്ടുപേരെയും മാറ്റാൻ പറയാനും പറ്റില്ല നമുക്ക്. പക്ഷെ സഞ്ജു ആ പൊസിഷനിൽ കളിച്ചാൽ അടിക്കുന്ന പ്ലെയറാണ്, മനസ്സിലായ? ഇവരത്ര തന്നെ പൊട്ടൻഷ്യൽ ഉള്ള, ഇവരത്ര തന്നെ അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ് സഞ്ജു. അപ്പൊ സഞ്ജുവിന് സേവാഗിന് ഗാംഗുലി കൊടുത്ത പോലത്തെ അവസരം എന്ത് ചെയ്യണം? കൊടുക്കണം. ആ മിഡിൽ ഓർഡറിലോ നിങ്ങൾ ഫിനിഷർ ആയിട്ടോ നിങ്ങൾ കളിപ്പിച്ചോ, പക്ഷെ കളിപ്പിക്കുന്നത് കുറച്ച് ലോങ് റൺ കൊടുക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ ഇത് കേൾക്ക്. Everybody is under the scanner, so make no mistake. But Sanju a bit more, of course, because he's outside, out of his natural position where he has actually succeeded the most. That's 1, 2, or 3. And it's not limited to just international cricket. Even for his franchise in the IPL, he bats at 1, 2, or 3. Any time later, the numbers don't really add up as much, even when he's playing Kerala domestic league. So there also he started as number 5, 6, 7, wherever. Didn't really do much. Then he moved himself up the order and then started smashing. So that is where Sanju has to be, but unfortunately that's not the case. While you're right that the rope is generally not very long, but when you move somebody from their perfect position, so to speak, then you're obliged to actually give him a longer rope. It's like one small thing comes to my mind is when Saurav Ganguly asked Virendra Sehwag to open. So the first thing he asked, Dadi, I'll open, but will I be dropped after this if I fail? He said, no, you won't be dropped. There is a place in the middle order, so we just want you to open, and don't worry, your place is secure. I mean, that was Viru, that was Dadi, but then for Sanju also, you need to give him a slightly longer rope. I'm not going to judge him for that one innings where he couldn't time much against Pakistan. I mean, that can happen to anyone. അതായത് ഒരു ലോങ് റണ്ണ് കൊടുക്കണം ഒരു പ്ലെയർക്ക്. ഞാൻ പറയാലോ, ഇപ്പം നമുക്കറിയുന്ന ക്രിക്കറ്റ്, ഹയർ ലെവൽ ക്രിക്കറ്റ് വെച്ചിട്ട് ഒരിക്കലും സഞ്ജുവിന് ഒരു ഏഷ്യ കപ്പിൽ എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള പ്ലാനൊന്നും അല്ല ടീം ഇന്ത്യക്കുള്ളത്. ടീം ഇന്ത്യക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഞ്ജുവിന് ഇതേപോലെ ഒരു ലോങ് റണ്ണ് കൊടുക്കാനുള്ള പ്ലാൻ തന്നെയാണുള്ളത്. ഇനി സഞ്ജുവിൻ്റെ കയ്യിലാണ് സഞ്ജുവിൻ്റെ ഗെയിം ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ, ഞാൻ ഓപ്പണിംഗ് ഇറങ്ങി കളിക്കുന്ന പ്ലെയറാണ്, ഞാൻ ഓപ്പണിങ്ങിൽ സക്സസ്ഫുൾ ആണെന്നുള്ളത് ഇനി സഞ്ജു മാറ്റി വയ്ക്കുക. സഞ്ജുവിന്റെ റോള് ടീം ഏത് പൊസിഷനിലാണെങ്കിലും തകർക്കുക. സഞ്ജുവിന്റെ റോള് സഞ്ജുവിന് വേണ്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ടീം ഇന്ത്യ 5ാം സ്ഥാനോ 6ാം സ്ഥാനോ, അതായത് ആ ഫിനിഷർ, ആ ഒരു ലെവൽ ഓഫ് സ്ഥാനം, മിഡിൽ ഓർഡർ കം ഫിനിഷറാണ്. പിന്നെ എന്ത് ചെയ്യണം? സഞ്ജു അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം, ആ കളി മാറ്റണം. ഭയങ്കര ഈസി അല്ല. ടീം ഇന്ത്യ ഓപ്പണിംഗ് ഇറക്കണേക്കാളും സഞ്ജു ഈ പറഞ്ഞ പോലെ സഞ്ജു ചിന്തിക്കുന്നതാണ് നല്ലത്. അതാണ് പ്ലെയർ അഡാപ്റ്റ് ചെയ്യും. ഇതിന് സഞ്ജു കൊടുത്ത റിപ്ലൈ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? ഇല്ല. ഒരു മാരകായിട്ട്, ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടിട്ട് എനിക്കറിയില്ല. സഞ്ജുനോട് ചോദിച്ചു, സഞ്ജുവിന്റെ റോള് ഡിഫൈൻഡ് ആയത് ഇപ്പോഴാണ് ടീം ഇന്ത്യയിൽ. എല്ലാ റോളും ചെയ്യാൻ പറ്റണം. ഓപ്പണിംഗ് ഇറങ്ങുന്ന ഒരാൾ നടുവിലേക്ക് വരുമ്പോ എന്താണ് നിങ്ങളെ തോട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോട്ടാ. With the bat and of course your work behind the stumps as well. Yeah, really enjoying I think both the roles. I think it's a bit different. I think batting at number 5 and coming to do a different role. To be very honest, I think I have received some really honest feedbacks from my captain and coach. I think the communication has to be very clear, and that has been very clear right from the tournament. So they told me that it's a bit different role for you, but we know that you do have the game to go out there and make a contribution. So from my angle, I'm just looking to just take few balls, get my eyes in, and then
put in a positive contribution. I think make an impact. I think hit those few sixes which I am used to do, and some days it comes out, some days it doesn't. So having that acceptance also really helps, and looking forward to contribute in a positive manner for my side. Yeah, enough of the easy question. Now, one final question. You've got 3 T20 international hundreds, Yeah. all 3 coming at the opening position. Yeah, Yeah, that's it. I thought it was a question. Yeah, so yeah, You didn't tell ask us me the about. question. So, which is the position that you're most comfortable Yeah, with? to be very honest, I think recently our Laletan Mohanlal, you know, the cinema actor from Kerala, I think Yeah. he got a very big award from the country. Okay. I think, yeah, so I think he is an actor. I think he's acting from last 20, 30, 40 years for Kerala Okay, where is movies. this going now? Yeah, Okay. so I am also playing for my country from last 10 years. So I can't say that I only can do a hero role. I need to be a villain, I need to be a joker, I need to play around actually. I think you can't say that you have scored runs in opening and you are really good at the top 3. But I think let me try this also. No one can say that. Why can't I be a good villain also? I think so. Let's Yeah. see how it goes. Well Hopefully we Yeah. Well done, Mohanlal. I'm sorry. Well done, Sanju Samson. Sanju Thank you. Mohanlal Samson. Okay. Thank you very much. Thanks. അതായത് ഇതിന് നല്ലൊരു റിപ്ലൈ കൊടുക്കാനില്ല. മോഹൻലാൽ കഴിഞ്ഞ് 20 കൊല്ലമായിട്ട് എല്ലാ റോളും ചെയ്യുന്നുണ്ട്. വില്ലനാവുന്നുണ്ട്, നായകനാവുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ജോക്കർ ആവാൻ വരെ റെഡിയാണ്. ഇതിനും വലിയ റിപ്ലൈ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സഞ്ജു അത്ര കൂളായിട്ടാ പറഞ്ഞേ. അതിലുണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഞാൻ മോഹൻലാലിനെ പോലെയാണ്. സഞ്ജു മോഹൻലാൽ സാംസൺ. ഞാൻ എന്ത് റോളും ചെയ്യും. എനിക്ക് നിങ്ങൾ എന്ത് തന്നാ മതി, ടീമിൽ നിർത്തിയാ മതി, വേറെ സീനില്ല. അല്ല, സഞ്ജുവിന്റെ മനസ്സിൽ കണ്ടാൽ തന്നെ അറിയാം, ഇന്ത്യന്റെ ഭാഗമായാൽ മതി, ഇന്ത്യൻ ടീമിന്റെ ഭാഗമായാൽ മതി. അല്ല, ഒരു പ്ലെയർക്ക് എല്ലാം റെഡിയാ. അല്ല, ഒരു പ്ലെയർക്ക് ഭയങ്കര സങ്കടം കാണും. പക്ഷെ എങ്ങനെ പറയാൻ പറ്റും? അതെ, ടീമിന് ഇപ്പോ ഒരു വിഷൻ ഉണ്ടാവും അല്ലെ. ഒരു ഇന്ത്യൻ ടീമാണത്, ബാക്കി ടീമുകളെ പോലെയല്ല. പ്രോപ്പർ വിഷനുള്ള, ഇനി മുന്നോട്ടൊരു 10 കൊല്ലം ഇന്ത്യൻ ക്രിക്കറ്റിൽ ആരൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതിനെ കുറിച്ചും ഉണ്ടെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായി ധാരണ ഉള്ള ഒരു ബോർഡാണ് നമ്മളത്. ആൻഡ് അത്രയും ടാലന്റുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് സഞ്ജുവിനെ കൊണ്ടുവരുമ്പോ അവര് പറയാണ്, നിങ്ങൾ ഈ പൊസിഷനാണ് രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്, രാജ്യത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യണം. അല്ലാതെ ഒരു IPL ടീമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനു വേണ്ടിയിട്ടോ അല്ല. ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഈ പൊസിഷൻ കളിക്കണം എന്ന് പറയുമ്പോൾ സഞ്ജു പറയാണ്, ഞാൻ ഓൺലി ഓപ്പണിംഗ്, ഞാൻ IPL-ലും കേരളത്തിലൊക്കെ ഓപ്പണിംഗ് ആണ്, ഞാൻ ഓപ്പണിംഗ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നോന്ന് പറയും. ഞാൻ പൊസിഷനിൽ ഇറങ്ങാൻ ഓൾറെഡി റിങ്ക് ബെഞ്ചിലുണ്ട്, ജിതേഷ് ശർമ്മ ഉണ്ട്, കുറെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പൊ സഞ്ജു എന്താ ചെയ്യുന്നത്? ജോക്കർ ആക്കണോ, നിങ്ങൾ ജോക്കർ ആക്കിക്കോ, ഹീറോ ആക്കണോ ഹീറോ ആക്കിക്കോ, വില്ലൻ ആക്കണോ വില്ലൻ ആക്കിക്കോ, ഞാൻ എന്തും അഭിനയിക്കാൻ റെഡിയാണ്, ഞാൻ ലാലേട്ടന്റെ ഫാനാണ്. സ്കീം അത്രേ ഉള്ളത്. അതുകൊണ്ടെന്താ അങ്ങനെ ചെയ്യുന്ന ലാലേട്ടൻ എന്തായി? സഞ്ജു പറഞ്ഞ സാധനം മനസ്സിലായ? അങ്ങനെ അഭിനയിച്ച് ഇത്രയും വർഷമായ ലാലേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് വരെ കിട്ടി. ഇങ്ങനെ എല്ലാ റോളും ചെയ്യണ ഞാനും നാളെ എന്താവും? ഹീറോ ആവും. സിമ്പിൾ ആണ്. ഞാൻ ക്യാപ്റ്റൻ എനിക്ക് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആവണം എന്നാണ് സഞ്ജു. അത് എത്ര വരെ സഞ്ജു എന്താണെങ്കിലും സഞ്ജുവിന് ഇനി എത്രത്തോളം താഴ്ന്നാലും വീണ്ടും വീണ്ടും അടിച്ചു കയറി വരും. മറ്റേ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അത് തന്നെയാണ് ലിറ്ററലി. അടിച്ചുകൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും ചോദ്യം. അവസരങ്ങൾ ഇതേപോലെ കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ഷഫിൾ ചെയ്ത് അങ്ങോട്ട്. ഇപ്പൊ ഈ ഏഷ്യ കപ്പിനെ നോക്ക് നിങ്ങൾ. ഒമാനായിട്ടുള്ള കളി 1 ഡൗൺ ഇട്ട്, ഇന്നലെ കളിപ്പിക്കാൻ ഇറക്കിയില്ല. പാകിസ്ഥാനായിട്ട് വീണ്ടും മിഡിൽ ഓർഡറിൽ കൊണ്ടുപോയി തട്ടി. ഇതൊരു ഒരു പ്ലെയർക്ക് മസിൽ മെമ്മറിയെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? ഇപ്പൊ മെന്റലി നമ്മൾ അഡാപ്റ്റ് ആവും. നമുക്കൊരു മസിൽ മെമ്മറി, ഒരു റിഫ്ലക്സ് പറഞ്ഞ സാധനം ഉണ്ട്, അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? അതിനുള്ള സ്പേസ് പോലും ആ മനുഷ്യൻ ആ ടീമിലില്ല. മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് പാടാണ്. ബീയിങ് സഞ്ജു സാംസൺ ഈസ് ദ ഹാർഡസ്റ്റ് തിങ്. ഭയങ്കര പാടാണ്. പിന്നെ അതൊന്നുമല്ല, മലയാളി എന്നുള്ള നിലയ്ക്ക് മലയാളികൾ സപ്പോർട്ടല്ല ചെയ്യണേ. മലയാളികൾ ഇങ്ങോട്ട് കൊല വിളിക്കാണ് സഞ്ജുവിനെ. ഇന്നലെ ഇപ്പൊ ഒരു ക്യാച്ച് ഡ്രോപ്പായി. എടാ, ക്രിക്കറ്റാണ്. എന്താ ധോനി ക്യാച്ച് വിട്ടിട്ടില്ലേ? ഗിൽക്രിസ്റ്റ് വിട്ടിട്ടില്ലേ? ഇവർ ഈ പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കീപ്പിംഗ് ഗ്ലൗ ഇട്ടിരിക്കണ എല്ലാം മറ്റേ സ്പൈഡർമാനെ പോലെ പശ വെച്ച് എല്ലാം ഒട്ടിച്ചെടുക്കണം എന്ന് പറയാൻ പറ്റൂ? പാകിസ്ഥാനായിട്ടുള്ള കഴിഞ്ഞ മാച്ച് ഫക്കറിന്റെ ക്യാച്ച്, അത് ക്യാച്ച് എടുത്ത് സഞ്ജു DRS കൊടുത്ത് സാധനം കിട്ടി. പാകിസ്ഥാനുകാർ പലതും പറയും, ഓര് പോയി പടയാക്കാൻ പറയും. അതിന് ഷോയേബ് അക്തർ വന്നിട്ട് സഞ്ജു ആണ് ഇതിൽ വീക്ക് ലിങ്ക്. സഞ്ജുവിനും മറ്റേ KL രാഹുലിനും അതുകൊണ്ട് ഷോയേബ് അക്തറിന് കളിക്കണ കാലത്തേ മറ്റേ സ്പീഡിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോൾ കൊടുത്തിട്ട് ഓഫ് സ്പിന്നറിനെ എങ്ങനെ ഉണ്ടാവും? ക്യാപ്റ്റൻ പറയണം, മോനെ പരിപാടി നിർത്തി, ഇനി ഇതിൽ ഓഫ് സ്പിന്നർ എറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്തറിനെ കൊണ്ട് അറിയാൻ പറ്റിയെന്നോ?
പഠിച്ചിട്ട് വേണ്ടേ പരിപാടി, നല്ല ചെയ്യാൻ പറ്റൂ. അതുപോലെയാണ് ഇപ്പൊ സഞ്ജുവിനെ കൊണ്ട് ഒരു ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലും ഈ കളിച്ച് വന്നവർക്ക് പോലും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവരം ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊന്നല്ല, ഇവർ ഷോയബ് അക്തറിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? ആ ക്യാച്ച് സഞ്ജു എടുത്തില്ല പാകിസ്ഥാനെതിരെ, അത് വസീം അക്രത്തിനൊക്കെ തന്നെ അതിന്റെ ദേഷ്യമാണ്. പിന്നെ അത് ആ ക്യാച്ച് ഉണ്ടില്ലെങ്കിൽ പിന്നെ ഫക്കർ കയറിയിട്ടാണ് അടിച്ച് ഇന്ത്യനെ തോൽപ്പിച്ചിരുന്നു. ഞങ്ങള് ബാറ്റ് നോക്കി പിടിച്ചിരിക്കുന്നത് വെറുതെ അല്ല. ഈ മണ്ടന്മാർ അങ്ങനെ കുറെ എണ്ണങ്ങൾ. എന്താണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സഞ്ജുവിന് ഒരു ലോങ് റൺ കിട്ടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലോങ് റൺ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-15 മാച്ചൊക്കെ ആവും, അല്ലെങ്കിൽ ഒരു 5 മാച്ച് 10 മാച്ച് നിങ്ങൾ കൂട്ടിക്കോ. 10 മാച്ചൊക്കെ ആവും അഡാപ്റ്റ് ചെയ്യാൻ. ഇനി അത് അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ സഞ്ജുവിനെ മാറ്റിക്കോ അല്ലേ? വേറെ ടാലന്റ് ഉണ്ടോ? നമുക്ക് ടീം ഇന്ത്യയാണ് വലുത്. അവിടെ ഒരു പ്ലെയറിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങി പറയാനോ അല്ലെങ്കിൽ അയാൾക്കൊരു ഫേവറേറ്റിസം കാണിക്കാനോ പറ്റില്ല. ഇന്ത്യൻ ടീം ജയിക്കണം, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു 10 മാച്ച് എന്തായാലും സഞ്ജുവിന് കിട്ടും. ഇപ്പം ഏഷ്യ കപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഗംഭീർ ഇന്നലെ സഞ്ജുവിനെ ഒളിപ്പിച്ചു. ഇന്നലെ ഇറങ്ങി സഞ്ജു ഫോം ഔട്ട് ആയിരുന്നെങ്കിൽ വേൾഡ് കപ്പിന് സീനായതുകൊണ്ട് ഗംഭീർ ഒളിപ്പിച്ചതാണ് സഞ്ജുവിനെ എന്ന് പറയുന്നത്. അതെന്ത് ഒളിപ്പിക്കല്? അങ്ങനെ ഗംഭീറിനെ എടുത്ത് ഒളിപ്പിക്കാൻ പറ്റുമൊന്നുമില്ല ഇവര് പറയും. പിന്നെ ഒളിപ്പിക്കുകയാണ്. അതേപോലെ പലരും പറയുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ട്രൈ ചെയ്യാണ് ഇന്ത്യ. അതൊക്കെ പഴയ ക്രിക്കറ്റിലാണ് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഒക്കെ. ഇന്നലെ അഭിഷേക് ശർമ്മ നിൽക്കുമ്പോഴാണ് ആര് ശിവൻ ദൂബെ ബാറ്റ് ചെയ്യാൻ കയറി വരുന്നത്. 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഇവര് എന്ത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ? അവിടെ അങ്ങനെയൊന്നും ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ഫോർമുലാസേ വ്യത്യാസമാണ് ക്രിക്കറ്റിൻ്റെ. എല്ലാവരും എല്ലാത്തിനോടും അഡാപ്റ്റ് ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമാണ്. കാരണം എന്താ അറിയോ, കുറേ പ്ലേയേഴ്സ് വെയിറ്റിംഗാണ്. സോ അങ്ങനെയുള്ളപ്പോൾ ടാലൻറ്റുകൾ ഇത്രയും കൂടുതലുള്ള ടൈമിൽ നമ്മളെ ടാലൻറ്റ് എവിടെയും ഷോക്കേസ് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്ലെയർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അല്ലെങ്കിൽ പിന്നെ എക്സെപ്ഷണൽ കേസുകളാവണം. അതായത് ഒരു ചൈനാമൻ അല്ലെങ്കിൽ ഒരു 150 സ്പീഡിൽ എറിയുന്ന ഒരാൾ അല്ലേ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പരിപാടി നടക്കും. ബാറ്റ്സ്മാൻമാർക്കൊക്കെ ഭയങ്കര പാടാ പണി. കാരണം ഇപ്പം എന്താ പറയുക, ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സും ഉണ്ട്, പ്രോപ്പർ ബാറ്റ്സ്മാനും ഉണ്ട്. ബോളിംഗ് ഓൾറൗണ്ടേഴ്സിൽ തന്നെ ചിലർ കൊടൂര. ഇപ്പൊ അക്ഷർ പട്ടേലൊക്കെ അങ്ങനെയല്ലേ, ബോളും ചെയ്യും ബാറ്റും ചെയ്യും അടിക്കും ചെയ്യും. ഭയങ്കര വെല്ലുവിളിയാ. ഭയങ്കര പാടാണ് ഇവന്മാരെ കൊണ്ട്. അപ്പോൾ ഒരു വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാന് ശേഷം പണിയാണ് ടീമിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയുള്ള പരിപാടി തന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയും പറയണം. എനിക്ക് സഞ്ജുവിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ ഭയങ്കര സങ്കടം തോന്നി ഇന്നലെ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും കേരളവും ഇന്ത്യയൊക്കെ സഞ്ജുവിൻ്റെ കൂടെ ഉണ്ട്, ആളുകൾ സഞ്ജുവിൻ്റെ കൂടെ ഉണ്ട്. ഇവിടെയുള്ള മലയാളികൾ ഇപ്പോഴും സഞ്ജുവിനെ മറ്റേ സ്കീം ഏതറിയോ? നന്നായി എന്താ കാണിക്കണേ, ആ സ്കീമാണ് കുറെ എണ്ണത്തിന്. അതെന്താ പറയുക, സ്വാഭാവികമായിട്ടും സഞ്ജു ആട് കസർത്ത് നടത്തുമ്പോൾ എല്ലാവരും കൂടെ കൈയടിക്കും. എന്തെങ്കിലും ഒരു ഡൗൺ വന്നാൽ എല്ലാവരും കൂടി ചവിട്ടി കൂട്ടണം, അതാണ് പ്രശ്നം. അപ്പം ഇനി ഫൈനലിൽ പാകിസ്ഥാനെ കുത്തുമ്പോൾ കാണാം.